ഹായ്, കുറച്ച് നാളായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പറ്റുന്നത്, എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒറിഫ്ലെയിം എന്ന ഓപ്പർച്യൂണിറ്റി അത് സെല്ലിംഗ് അല്ലേ, നമ്മൾ കയ്യിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ്സ് എടുക്കണ്ടേ, മേടിക്കണ്ടേ, അങ്ങനെ എന്നാലല്ലേ നമുക്കിതിനകത്തുനിന്ന് ഇൻകം കിട്ടും. മേളിലിരിക്കുന്നവർക്ക് മാത്രം ഇൻകം കിട്ടും, താഴെയുള്ളവർക്ക് ആർക്കും ഇൻകം കിട്ടത്തില്ല. അതുപോലെ തന്നെ പിന്നെന്താ ചോദിക്കുന്നത്, പ്രോഡക്ട്സിനൊക്കെ റേറ്റ് കൂടുതലല്ലേ, ഇതൊക്കെ ആരെങ്കിലും മേടിക്കാൻ കാണുമോ, ഞങ്ങൾ സെല്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലേ. ഇപ്പം ഒറിഫ്ലെയിമിലുള്ള ലീഡേഴ്സിനാണല്ലോ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടി എന്ന് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ 4 വർഷമായിട്ട് ഒറിഫ്ലെയിം ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി 4 വർഷമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഇല്ല, നമ്മളതിൽ നിൽക്കുമോ അല്ലേ? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ, ഫിനാൻഷ്യലി നമുക്ക് നല്ലൊരു അത്യാവശ്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കണം, അവളുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യലി ആവശ്യമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ ഈ 4 വർഷം ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വെച്ചാൽ ബെനിഫിറ്റ്സ് ഇല്ലാതെ ആയിരിക്കും. എനിക്ക് നല്ല ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് പ്രൗഡായിട്ട് തന്നെ പറയാം, ഒറിഫ്ലെയിം ഉള്ളതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിപ്പം സപ്പോർട്ടില്ലാതെ നടക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം മോളുടെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് ഒറിഫ്ലെയിമിൻ്റെ ഇൻകം എനിക്ക് അതുപോലെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ആ സമയത്തൊക്കെ നമുക്ക് കൊറോണ ടൈം ഉണ്ടായിരുന്നു. കൊറോണ ടൈമിൽ എനിക്ക് ഷോപ്പുണ്ട്, പ്രിൻറ്റിങ് പ്രസ് ഉണ്ട്. പക്ഷെ അവിടെ കൊറോണ ടൈമിൽ ഓഫായിരുന്നു, നമുക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അന്നേരം എല്ലാം ഒറിഫ്ലെയിമിൻ്റെ ഒരു ഇൻകം കൊണ്ടാണ് എൻ്റെ ഫാമിലി മുമ്പോട്ട് പോയത്, എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നത്. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഒറിഫ്ലെയിം എന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഒറിഫ്ലെയിം എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം, നമ്മളൊരു ഫ്രാഞ്ചൈസി എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫാൻസി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാക്സ് ആൻഡ് ലാക്സ് റുപ്പീസ് നമുക്ക് ആവശ്യം വരും അല്ലേ. ഇപ്പോൾ എനിക്കൊരു ഫാൻസി ഷോപ്പ്സ് ഉണ്ട്, പക്ഷേ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് 4 lakhs റുപ്പീസായി. പ്രിൻറ്റിങ് പ്രസ് ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 30 lakhs റുപ്പീസായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയ മെഷീൻസ് ആഡ് ചെയ്യാൻ 20 lakhs ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എമൗണ്ട് നമ്മളതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു എൻ്റർപ്രണറായിട്ട്, അല്ലെങ്കിൽ ഒരു മംപ്രനറായിട്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 2 രീതിയിൽ. നിങ്ങൾക്ക് സെല്ലിങ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, നിങ്ങളുടെ പാഷൻ സെല്ലിംഗ് ആണ്, സെല്ല് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് സെല്ലിങ്ങിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് തന്നെയല്ല, നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ പോയിൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾ എത്ര ബിസിനസ് പോയിൻറ്റ്, ഓരോ പ്രോഡക്റ്റിനും ഓരോ ബിസിനസ് പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ എത്ര ബിസിനസ് പോയിൻ്റ് ആണോ വേണ്ടത്, അതിനനുസരിച്ചുള്ള ഇൻകം നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് സെല്ല് ചെയ്യുമ്പോൾ പ്രോഫിറ്റും കിട്ടും, ഇൻകവും കിട്ടും. ഇനി സെക്കൻഡ്, റിക്രൂട്ട്മെൻറ്റ്. എന്തിനാണ് റിക്രൂട്ട്മെൻറ്റ്? അപ്പം നമുക്കൊരു 10,000 അല്ലെങ്കിൽ 20,000 റുപ്പീസ് മന്ത്ലി ഒരു ഇൻകമായിട്ട് വേണം. നമുക്ക് തന്നെ എത്ര സെല്ല് ചെയ്യാൻ പറ്റുമോ അത്രയും ബിസിനസ് പോയിൻറ്റ്സ് ഇല്ല അല്ലേ. പറ്റുന്നവരുണ്ട്, ഇല്ലയെന്നല്ല, പറ്റുന്നവരുണ്ട്. അതുപോലെ സെല്ലിങ്ങിൽ അത്രയ്ക്ക് പാഷനായിട്ട് എടുത്ത് സെല്ലിങ് മാസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തവർക്കും ഒരു 10,000 റുപ്പീസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ബിസിനസ് പോയിൻറ്റ് വന്നാലാണ് 10,000 റുപ്പീസ് കിട്ടുന്നത്. എന്നാൽ ഒരു 4,000 ബിസിനസ് പോയിൻറ്റ് വരുമ്പോഴാണ് നമുക്ക് 10,000 ഒക്കെ നമുക്ക് ഇൻകം കിട്ടുന്നത്. ആ 4,000 ബിസിനസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു 25,000 ഒക്കെ പ്രോഡക്റ്റാണ്. അത്രയും പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് ഒരാളെ കൊണ്ട് പറ്റും, പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത്രയും പോയിൻറ്റ്സ് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാനൊരു ടീം ക്രിയേറ്റ് ചെയ്തു, ഞാനൊരു 100 ബിസിനസ് പോയിൻറ്റിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് സെൽഫായിട്ടോ, നമ്മളെന്തായാലും സോപ്പും പേസ്റ്റും ഒക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂ, കണ്ടീഷണറ്, സോപ്പ്, പേസ്റ്റ്, അങ്ങനെ എല്ലാം കൂടി ഒരു 100 ബിസിനസ് പോയിൻറ്റിൻ്റെ എടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്യാൻ, റിലേറ്റീവ്സിന് റെക്കമെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 100 ബിസിനസ് പോയിൻ്റ് എടുത്തു അല്ലേ. അപ്പം നമുക്കതേ ഈ മന്ത് പറ്റുള്ളൂ. പക്ഷേ നമുക്കൊരു ടീമുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ജോയിൻ ചെയ്തു, എൻ്റെ കസിൻ ജോയിൻ ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടു. എന്നെപ്പോലെ വീട്ടിലിരുന്നൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്ത് അവർ പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ അവർ സെല്ല് ചെയ്യുന്ന പോയിൻറ്റ്സും എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. മനസ്സിലായോ? ആ പോയിൻറ്റ്സ് വെച്ചിട്ട് അത്രയും പോയിൻറ്റ്സ്, നമുക്ക് എത്ര പോയിൻറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ടീമിൽ എത്ര പോയിൻറ്റ്സ് കയറുന്നോ അതിനനുസരിച്ചുള്ള ഇൻകം നമുക്കും കിട്ടും, അവർക്കും കിട്ടും. അവർക്ക് എത്ര പോയിൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ ഇൻകം അവർക്കും, നമുക്ക് എത്ര പോയിൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ ഇൻകം നമുക്കും കിട്ടും. ഇന്ന് വരുന്നവർക്ക് വരെ ഒരു ഇൻകം എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇനി സെക്കൻഡ് ഡൗട്ട്,
ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ്, സെല്ലിങ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇനി സെക്കൻഡ് ഡൗട്ട്, കോസ്റ്റ്ലി അല്ലേ പ്രോഡക്ട്സ്? ഈവൻ നമ്മൾ ജസ്റ്റ് ടാക്കം പൗഡറിൻ്റെ കാര്യം എടുത്താൽ, ടാക്കം പൗഡറിന് തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം ഒരു 200 ഗ്രാം പൗഡറിന് പുറത്തുള്ള വില. പക്ഷേ അതിൽ നല്ല ക്വാളിറ്റിയുള്ള, ഈവൻ നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ സ്വീഡൻ ബേസ്ഡ് ആണ് ഒറിഫ്ലെയിം. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ സ്വീഡിഷ് സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഹൈലി യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് യൂറോപ്യൻ. അതിൽ നിന്ന് 1 സ്റ്റെപ്പ് മേളിലോട്ട് ഹൈലി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് ആണ് സ്വീഡനൊക്കെ വരുന്നത്. അതുപോലെ സ്വീഡൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയായിരിക്കും ആ ഒരു പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും. ആ ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നമുക്ക് സോപ്പാണെങ്കിൽ നമുക്ക് 63 റുപ്പീസിന് കിട്ടും. പൗഡർ ആണെങ്കിൽ ചെറിയതാണെങ്കിൽ 89 റുപ്പീസിന്, വലുതാണെങ്കിൽ 256 റുപ്പീസിനൊക്കെ നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. വലുതെന്ന് വെച്ചാൽ 200 ഗ്രാമും കാണും. അപ്പോൾ നിങ്ങൾ നോക്കുക പുറത്തുള്ള പ്രോഡക്റ്റ്സായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ സ്കിൻ കെയർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഏത് ഷോപ്പിൽ പോയി, ഏതെങ്കിലും ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് എനിക്ക് മുഖക്കുരുവുണ്ട്, പിമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ക്രീം മേടിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ ഒറിഫ്ലെയിമിൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നിന് സെപ്പറേറ്റ്, ഡ്രൈ സ്കിന്നിന് സെപ്പറേറ്റ് പറയും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ പ്രോഡക്ട്സിന് ക്വാളിറ്റിയുടെ കൂടെ തന്നെ ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ട്. പിന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സിൻ്റെ ആ ഒരു അനുസരിച്ച് റേറ്റ് കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ സാധാ പ്രോഡക്ട്സ് പോലെയല്ല, കുറച്ച് റേറ്റ് കൂടുതലുമാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയും ഉണ്ട്, ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇനി തേർഡ്, ഇത് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പരിപാടിയല്ലേ. നിങ്ങൾക്ക് സെല്ലിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്തു, നിങ്ങൾക്ക് അതിന് ആരും ജോയിൻ ചെയ്യിപ്പിക്കേണ്ട. നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട്, നമ്മളെന്തോ ഒരു ബിസിനസ്, നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ പോയി നിങ്ങൾ ചുമ്മാ സോഫ്റ്റ്വെയർ മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഇൻകം കിട്ടുമോ? അവിടെയും എന്തുണ്ട്, ആ സോഫ്റ്റ്വെയർ സെല്ലായാലാണ് നമുക്ക് സാലറി കിട്ടുന്നത് അല്ലേ. ഏത് ഫീൽഡിലാണെങ്കിലും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ബിസിനസ്സിലാണെങ്കിലും, ഈവൻ ഇപ്പോൾ സ്കൂൾസിൽ തന്നെ ചില ടീച്ചേഴ്സ്, നമുക്കറിയാം ടീച്ചേഴ്സ് നമ്മുടെയൊക്കെ വീടിൻ്റെ അവിടെയൊക്കെ വരാറുണ്ട് അല്ലേ, ചില സ്കൂൾസിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കും. അതും ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ്. എല്ലാ ഫീൽഡിലും മാർക്കറ്റിംഗ് വേണം. നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് അല്ലേ എനിക്ക് താല്പര്യം. ഏത് ഫീൽഡിലാണ് മാർക്കറ്റിംഗ് ഇല്ലാത്തത്? ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട്, ഡെയിലി എനിക്ക് അതിന് അഡ്വർടൈസ്മെൻറ്റ് ഇട്ടെങ്കിൽ എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇന്ന് വന്ന കസ്റ്റമർ നാളെ പ്രിൻറ്റ് ചെയ്യാൻ വരണമെന്നില്ല. അവർ ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും അവർക്ക് റിക്വയർമെൻറ്റ് വരുന്നത്, അപ്പോഴായിരിക്കും അവർ വരുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു കസ്റ്റമറിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ നിയറസ്റ്റ് ഉള്ളവരെ മാത്രം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഞാൻ എന്ത് ചെയ്യണം? പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ഇടണം, അല്ലെങ്കിൽ നോട്ടീസസ് പേപ്പറിൻ്റെ കൂടെ വിടണം അല്ലേ, അല്ലെങ്കിൽ ബാനേഴ്സ് ഫ്ലെക്സുകൾ വെക്കണം, ആൾക്കാർ അറിയണം, സൺബാഗ്സ് വെക്കണം. അപ്പം അങ്ങനെയൊക്കെ വെച്ചെങ്കിൽ എൻ്റെ ബിസിനസ് ആൾക്കാർ അറിയത്തുള്ളൂ. അപ്പം അതും മാർക്കറ്റിംഗ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും മാർക്കറ്റ് ചെയ്യത് നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങളായിരിക്കും ഇതിൻ്റെ ബോസ്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് വെച്ചാൽ നിങ്ങളൊരു 15% മാനേജറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സർവീസ് പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി പോലെ തന്നെ ഒരു സർവീസ് പോയിൻ്റ്. പക്ഷേ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് അതിലെടുത്ത് വെക്കാൻ പറ്റത്തില്ല, സാമ്പിൾസ് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അതുവഴി നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുക്കാം, അവിടെ മീറ്റിംഗ്സ് എടുക്കാം, ട്രെയിനിങ്സ് എടുക്കാം. ഒരു ഓഫീസ് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. പിന്നെ നിങ്ങൾ ആരും ഇതിനകത്ത് വലിച്ചുകൊണ്ട് വരണ്ട. നിങ്ങൾ ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറയുക, നിങ്ങൾക്ക് സെല്ലിങ് ചെയ്യാനുള്ള ഒരു സെല്ല് ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. ജസ്റ്റ് പറയും, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം നമ്മളുടെ ടീമിൽ വരും. ഓക്കെ, കാരണം ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ നീ ജോയിൻ ചെയ്യുക അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അവർ വർക്ക് ചെയ്യുന്നത് നീഡഡ് പീപ്പിൾസ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾസിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവരോട്. ഇപ്പം വേറൊരു ജോലിയുണ്ട്, അവർക്കൊരു ആവശ്യമില്ല, അവർ സ്മൂത്തായിട്ട് പോകുന്നു, ഒരിക്കലും അവരൊരു സെല്ലിങ്ങിലോട്ട് അവർ ഓപ്പർച്യൂണിറ്റി നോക്കും, ജസ്റ്റ് നോക്കും എന്താണെന്ന് അറിയാൻ നോക്കും, പക്ഷെ അവരതൊരു സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ഇവൻ ഞാൻ തന്നെ കൊറോണ ടൈമിന് മുമ്പാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ജോയിൻ ചെയ്ത് ഫസ്റ്റ് മന്ത് ഞാൻ നോക്കി വർക്ക് ചെയ്യാനും, എന്നാലും 25 ഡേയ്സ് കൊണ്ട് ഞാൻ മാനേജറായി. എന്നാൽ അത് കഴിഞ്ഞപ്പോഴേ നമുക്കൊരു ആവശ്യമില്ല. പക്ഷേ കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പം അതുപോലെ ഞാൻ വർക്ക് ചെയ്തു. 4th മന്തിൽ ഞാൻ സീനിയർ മാനേജറായി. അന്നേരം മുതൽ എനിക്ക് 30,000 എബോവ് ഇൻകം കിട്ടാൻ തുടങ്ങി. 8th മന്തിൽ ഞാൻ ഗോൾഡ് ഡയറക്ടർ സ്റ്റാർട്ട് ചെയ്ത് 70,000 എബോവ് എനിക്ക് ഇൻകം കിട്ടാൻ തുടങ്ങി. എന്നുവെച്ചാൽ അന്നേരം നീഡായിരുന്നു എൻ്റെ ആവശ്യം. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, വേറെ ഒരു വഴിയില്ല, കൊറോണയാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല.
ആ സമയവും 60,000, 70,000, 50,000, 1,00,000 ഒക്കെ എനിക്ക് ഇൻകമായിട്ടൊരു മന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കതിൽ കാർ എടുക്കാൻ പറ്റി. ഗോവ പോയിട്ടുണ്ട് ഞങ്ങൾ. അന്ന് ബാങ്കോക്ക് ക്വാളിഫൈ ആയി. പുറത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു കൊറോണ ആയതുകൊണ്ട്. ആ ക്യാൻസലായിട്ട് ആ എമൗണ്ട് 60,000 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടിയ എമൗണ്ടാണ്. എനിക്ക് തന്നെയല്ല, എൻ്റെ ടീമിൽ വേറെ 5 പേർക്കും ഇതെല്ലാം കിട്ടിയിട്ടുമുണ്ട്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്, ഈവൻ ഏറ്റവും മേളിലിരിക്കുന്ന ആൾക്ക് മാത്രമല്ല ഇൻകം കിട്ടുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതിൽ നല്ലൊരു ഇൻകം എടുക്കാനും പറ്റുന്നൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്ത വരുന്ന ഇതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് ഐറ്റംസ് അല്ലേ. പഴയതുപോലെ അല്ല ഇപ്പോൾ എല്ലാവരും. ആരെങ്കിലും ഉണ്ടോ ഇപ്പം ലിപ്സ്റ്റിക് ഇടാത്ത ആൾക്കാർ? വളരെ കുറവായിരിക്കും അല്ലേ. അതുപോലെ തന്നെ മേക്കപ്പ് ഇടാത്ത ആൾക്കാർ. നമ്മളെല്ലാം സ്റ്റൈലിനനുസരിച്ച് മാറിക്കഴിഞ്ഞു. ഒരു ഡ്രസ്സ് ഇട്ട് അതിനനുസരിച്ച് കമ്മലും മാല ഇടും, അതിനനുസരിച്ചുള്ള ലിപ്സ്റ്റിക് ഇടും അല്ലേ. നമ്മളത് ആ ഒരു പുതിയൊരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് ഇപ്പം നല്ല ഹൈക്ക് വന്നിരിക്കുന്ന സമയം കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്, നിങ്ങൾക്കൊരു വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇൻകം വേണം, നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒറിഫ്ലെയിമിൻ്റെ ഓപ്പർച്യൂണിറ്റി. മെയിനായിട്ട് ഇതിനകത്ത് സെല്ല് ചെയ്യേണ്ടവർക്ക് സെല്ല് ചെയ്യാം, റിക്രൂട്ട് ചെയ്യേണ്ടവർക്ക് റിക്രൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഓരോ ഷോപ്സിലെടുത്ത് വെച്ച് പ്രോഡക്റ്റ്സ് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യാനുള്ള അനുവാദമില്ല. കാരണം അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കുറച്ച് റൂൾസാണ്. ഇപ്പോൾ ഒറിഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ്റെ കോഫൗണ്ടറും കൂടെയാണ്. അത് നിങ്ങൾക്ക് ഒറിഫ്ലെയിം ഓപ്പർച്യൂണിറ്റി വീട്ടിൽ ഇരുന്ന് കൊണ്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.